എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സന്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആത്മീയ മുന്നേറ്റത്തിന് കാരണമായി തീരും. അതുപോലെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഓരോരുത്തരും അറിയേണ്ടതായ യേശുക്രിസ്തുവിൻ്റെ 6 ഘട്ടത്തിലുള്ള വരവുകൾ എന്നുള്ളതാണ് എൻ്റെ ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട്. നിശ്ചയമായും നിങ്ങൾ പലരിലും ഇത് വളരെ നന്നായി അറിയാവുന്ന വിഷയമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ ഒരു അനുഗ്രഹമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവ് 6 ഘട്ടങ്ങൾ എന്നുള്ളതാണല്ലോ നമ്മുടെ തലക്കെട്ട്. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ഭൂജാതനാകുവാൻ ഇടയായി തീർന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാം-ഹവ്വമാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ രക്ഷകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീയുടെ സന്തതി, അതായത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്താലല്ല ആ സന്തതി ഉണ്ടാകുന്നത്, സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ അറിയപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് തിരുവചനം പഠിപ്പിക്കുന്നതും പ്രവചനഭാഗവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് മാതാവിനെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ യേശു കന്യകയായിരിക്കുന്ന മാതാവിൽ മറിയയെ ഭൂജാതനാകുവാൻ ഇടയായി തീർന്നു. അതിന് വലിയ ഉദ്ദേശമുണ്ട്. ഒരു രക്ഷകനെ വാഗ്ദത്തം ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയാം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നു. ആത്മാവിൽ മരണം സംഭവിച്ചു. ആ പ്രിയപ്പെട്ടവർക്ക് ദൈവം അവരെ വീണ്ടെടുക്കുവാനായി ഒരു പദ്ധതി ഒരുക്കുവാനായിട്ടാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തിന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഇടയായി തീരണം. പാപത്തിന് പരിഹാരം വരുത്തിയത് തൻ്റെ കുരിശുമരണത്തിലൂടെയാണ്. ആ യാഗത്തിലൂടെയാണ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയത്. അത് വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ആ നിമിഷം തന്നെ ക്ഷമിച്ചു തരികയും കുരിശിൽ ചൊരിഞ്ഞ തൻ്റെ തിരുരക്തത്താൽ നമ്മളെ ശുദ്ധീകരിപ്പാൻ ഇടയായിത്തീരും. അതിന് പൈസ ചെലവില്ല. തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തോടെ, അതായത് അനുതാപത്തോടെ കർത്താവ് ഈ പാപങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കുകയും ആ പാപങ്ങളെ ശിക്ഷ അങ്ങ് അനുഭവിക്കുകയും ചെയ്തത് അങ്ങ് പരിഹാരം വരുത്തിയത് കൊണ്ട് കർത്താവ് എന്നോട് പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാനും ദൈവമുമ്പാകെ വിശുദ്ധരായി തീരുവാനും ഇടയാക്കി തീർക്കും. അപ്പോൾ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ആ ഏക യാഗത്താലാണ് നമുക്ക് മാനവജാതിക്ക് വിശ്വസിക്കുന്നവർക്ക്, പാപങ്ങളെ ഏറ്റുപറയുന്നവർക്ക് പാപമോചനം ദൈവം നൽകുവാനായിട്ട് ഇടയായത്, ദൈവം ഒരുക്കുവാനിടയായി തീരും. അപ്പോൾ പാപിയായ ഏതൊരുവനെ രക്ഷിക്കുവാനാണ് ദൈവപ്രകാരം സൗജന്യമായി ഏതു സമയത്തും അങ്ങനെ രക്ഷാകരമായ പാപമോചനം ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുവാനിടയായി തീർന്നത്. അങ്ങനെയാണ് യേശു നമുക്ക് രക്ഷകനായിട്ട് തീരുന്നത്. പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമായ നരകത്തീയിൽ നിന്ന്, ആ നരകത്തെക്കുറിച്ച് പറയുന്ന നിത്യമായതാണ്. നിത്യമായ രാവും പകലും ദണ്ഡനമുള്ള സ്ഥലങ്ങളാണ്, ചാകാത്ത പുഴും കെടാത്ത തീയും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നിത്യമായ നരകത്തീയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനാണ്, പാപികളായി തീർന്ന മാനവലോകത്തെ രക്ഷിപ്പാനായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുവാനിടയായി തീർന്നത്. അപ്പോൾ ഒന്നാമത്തെ വരവ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ മാനവജാതിയെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് പാപിയെ ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടി, ദൈവോന്മുഖരാക്കി തീർക്കേണ്ടതിന് വേണ്ടി, ദൈവികമായ സ്വഭാവത്തിലേക്ക് വിശുദ്ധരായി തീരേണ്ടതിന് വേണ്ടി അവരുടെ പാപത്തിന് യേശുക്രിസ്തു പരിഹാരം വരുത്തുവാനിടയായി തീർന്നു. ആര് വിശ്വസിക്കുന്നു? വേറൊരു വഴി പാപമോചനത്തിനില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. വേറൊരു സംവിധാനത്തിലൂടെ പാപമോചനം ലഭിക്കുകയില്ല. കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഏതൊരുവനും പാപം ക്ഷമ ലഭിക്കാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ഒന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളത്തിൽ വസിക്കാമെന്ന്. യോഹന്നാൻ്റെ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമുക്ക് പലയിടങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. വേറെ ഒരു വ്യക്തിയോ വേറെ ഒരു മതഗ്രന്ഥമോ ഇപ്രകാരം പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കാം. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, ദൈവമാണ്. ആ ദൈവം, ഈ സർവ്വശക്തിയുള്ള ദൈവം, ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കിങ്ങനെയാണ്, സ്വർഗ്ഗസിംഹാസനവും ഭൂമി പാദപീഠവുമായ ദൈവമാണ്. ആ ദൈവം അത്രേ നമ്മിൽ വസിക്കുവാനിടയായിത്തീരുന്നത്. അപ്പോൾ പാപിയായ ഒരുവനെ ദൈവം വസിക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ ദൈവം തന്നെ നമ്മെ ശുദ്ധീകരിച്ച് ആ പ്രിയപ്പെട്ടവർ, പാപിയായവൻ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവമുമ്പാകെ വിശുദ്ധരായി തീർന്നവർ യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരുവനിലും വിദ്യാഭ്യാസം വേണമെന്നില്ല, വിദ്യാഭ്യാസം ഉള്ളത് ഗുണമായിരിക്കാം, ഏത് നിലയിൽ ഉള്ള ആളുകളാണെങ്കിലും യേശുവെ നീ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവമുമ്പാകെ വിശുദ്ധരായി യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പറയുമ്പോൾ ഏതൊരുവനിലും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, പ്രായഭേദമില്ല, വ്യത്യാസമില്ല. ആ വ്യക്തിയിൽ ദൈവം ആത്മാവാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയും. ആ ദൈവം ആത്മാവായി നമ്മിൽ വസിപ്പാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ രണ്ടാമത്തെ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ
പാപിയായ ഒരുവൻ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ ഓരോരുത്തരിലും ആരാണ് ഏറ്റുപറഞ്ഞത് അവരുടെ ഉള്ളത്തിൽ കർത്താവ് വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ രണ്ടാമത്തെ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലാണ്. അപ്പോൾ ഈ ദൈവം നമ്മിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ ദൈവം നമ്മിൽ വസിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ നമ്മുടെ ആത്മാവിന്, മരിച്ച ആത്മാവിനെ വീണ്ടും ജനിപ്പാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ പുതുതായി ജനിക്കാനായിട്ട് കഴിയും. അന്ന് പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അങ്ങനെ ആത്മാവ് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധ്യമായിത്തീരും. നാലാമത്തേത്, ദൈവത്തിൻ്റെ ആത്മാവ് ആരിലുണ്ടോ അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനിടയാകും. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാം. ഇതൊക്കെ ഞാൻ പല മുന്നത്തെ വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓരോരുത്തരെയും വിശുദ്ധരാക്കി, പിന്നെന്ത് ചെയ്യണം, ആ വിശുദ്ധരായ തീർന്നവർ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീരേണ്ടതിനെ ഒരുവനിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ ഞാൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരുവചന പ്രകാരം ദൈവം വരുന്നതായ ഒരു കാര്യം എങ്ങനെയാണ് ഒരാളുടെ ഉള്ളത്തിൽ വസിക്കുവാനിടയായിത്തീരും. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ്, 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്നാണ് കർത്താവ് പറയുവാനിടയായിത്തീരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സ്ഥലത്തായാലും അല്ലെ, ഏത് കാട്ടിലാണെങ്കിലും ഏത് പട്ടണത്തിലായാലും ഏത് പറമ്പിലാണെങ്കിലും ഏത് കെട്ടിടത്തിനകത്തായാലും എവിടെയാണെങ്കിലും 2 or 3 പേരെ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ നടുവിൽ കർത്താവ് വരുവാനായിട്ട് ഇടയായിത്തീരും. ഈ സർവശക്തനായ ദൈവം, വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയുന്ന ദൈവം, ഈ ദൈവം അവരുടെ നടുവിൽ, നമ്മുടെ നടുവിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് 2 or 3 പേർ, അതിലധികം ആൾ, 2 or 3 പേർ എവിടെ കൂടിയാലും അവിടെ കർത്താവ് വരുവാനായിട്ട് ഇടയായിത്തീരും. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അത് ദൈവസഭയെ ചേർക്കുവാനാണ്. അതായത് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം ഏറ്റ് സ്നാനം ഏൽക്കുകയും കൂട്ടായ്മകൾ അനുസരിച്ച് മുന്നോട്ട് കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവർ, അവരെ ചേർക്കുവാനായിട്ട് കർത്താവ് വീണ്ടും വരും. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണമുണ്ട്, കർത്താവ് ഇനിയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയുടെ പ്രത്യേകത, കർത്താവ് ആ പ്രത്യക്ഷത ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജീവനോടിരിക്കുന്നവരും മരിച്ചവരായിരിക്കുന്നവരും ഒരുമിച്ച് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ആ കർത്താവിനെ കാണുന്ന ആ സമയം, ആ നൊടിയുടെ സമയം കൊണ്ട് കർത്താവിനെ കാണുന്ന സമയം കർത്താവിനെ പോലെ നാം ആയിത്തീരുവാനിടയാണ്. കർത്താവ് ഇപ്പോൾ ഉള്ളത് വലിയ തേജസ്സോടെയാണ് കർത്താവ് ഇപ്പോഴുള്ളത്. അപ്പോസ്തലൻ യോഹന്നാൻ പ്രത്യക്ഷനായപ്പോൾ അവൻ മരിച്ചവനെ പോലെ വീണു പോകുവാനിടയായി തോന്നും. 3.5 കൊല്ലം അപ്പോസ്തലൻ യോഹന്നാൻ ശിഷ്യന്മാരിൽ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, അവൻ്റെ മടിയിലും മാറോട് ചാഞ്ഞ് കിടന്നിരുന്ന യോഹന്നാൻ വയസ്സ് ചെന്ന് വൃദ്ധനായി പത്മോസിൻ്റെ ദ്വീപിൽ തടവിൽ എന്നവണ്ണം കഴിയുമ്പോൾ കർത്താവ് അവനെ പ്രത്യക്ഷനാകുവാനിടയായി തീർന്നു. ആ തേജോമയനായിരിക്കുന്ന കർത്താവിനെ അവൻ കാണുവാനിടയായി തീർന്നപ്പോൾ മടിയിലും മാറോടും ചാഞ്ഞിരുന്നിരുന്ന ആ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു പോകുവാനിടയായി തീർന്നു. ഇന്ന് നാം കാണുന്നത് പോലെ ഈ ശരീരത്തോടെയല്ല, ശരീരം മറ്റൊരു രൂപത്തിൽ, അതായത് മനുഷ്യ ശരീരം തന്നെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് തേജോമയനായി ആ വലിയ അത്ഭുത പ്രകാശത്തിൽ വസിക്കുന്നവനായ ആ ദൈവം അവന് പ്രത്യക്ഷനാകുവാനിടയായി തീർന്നപ്പോൾ മരിച്ചവനെ പോലെ വീണു പോകുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ കുരിശിൽ കിടക്കുന്ന ഒരു യേശുവിനെ നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ് കൊടി പിടിച്ച് നിൽക്കുന്ന ഒരു യേശുവിനെ നമുക്കറിയാം, അല്ലേ? ഹൃദയത്തിൽ കുത്തി തുളയ്ക്കപ്പെട്ട ഒരു ഹൃദയമുള്ള യേശുവിനെ നാം കണ്ടിട്ടുണ്ട്. തിരുകുടുംബത്തിൻ്റെ നടുവിൽ ഒരു ഇടയ ചെറുക്കനായി നിൽക്കുന്ന ഒരു യേശുവിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലൻ യോഹന്നാൻ കാണുവാനിടയായി തീർന്നത് അവൻ തേജോമയനായ, അല്ലേ? പാട്ടിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്, 1000 സൂര്യൻ്റെ മുഖശോഭയുള്ള, പെരുവെള്ളത്തിൻ്റെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദമുള്ളവൻ, മാറത്ത് പൊൻകച്ച അണിഞ്ഞ് ഉരുകിയ പിച്ചള പോലെ കാലുകളുള്ള, വെളുത്ത പഞ്ഞ് പോലെ തലമുടിയുള്ളവൻ. അങ്ങനെ തേജോമയനായ കർത്താവ് രാജാതിരാജാവായി ദൈവത്തിൻ്റെ ആ മഹത്വത്തിലേക്കാണ് ഒലിവുമലയിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആ മഹത്വത്തിലേക്ക് കയറി പോകുവാനിടയായി തീർന്നു. അന്നു മുതൽ യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിട്ട് ഇന്ന് അവൻ വാഴുകയാണ്. അതിന് മുൻപ് വരെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കാം, പക്ഷേ ഇന്ന് പൂർണ്ണ ദൈവമായിട്ടാണ് ഇന്ന് ദൈവം വസിക്കുവാൻ, വാഴുവാൻ സ്വർഗത്തിൽ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ യേശുക്രിസ്തു പാപം കൂടാതെ
തന്നെ കാത്തിരിക്കുന്ന യേശുവിനെ കാത്തിരിക്കുന്നവരെ ദൈവസഭയെ ചേർക്കുവാനായി ഇനിയും വരും. 1 തെസ്സലോനിക്കർ 4:16-17 ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. മരിച്ചവരും ജീവനോടിരിക്കുന്നവരുമായി നാം ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് നമ്മൾ ഈ ശരീരം, താഴ്ചയുള്ള ഈ ശരീരം കർത്താവിൻ്റെ തേജസ്സുള്ള ശരീരമായി തീരുവാനായിട്ട് ഇടയാകും. അപ്പോൾ 4-ാമത്തെ ക്രിസ്തുവിൻ്റെ വരവ് ആകാശമേഘങ്ങൾ വരെയാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണം. അവൻ ഇനിയും വരുമെന്ന് ആ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കുക. ആ ദൈവസഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വീണ്ടും വരുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇനി 5-ാമത്തേതായ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു. അതിനുശേഷം വലിയ മഹാ ഉപദ്രവം ഈ ലോകത്തിൽ നടക്കുവാനിടയാകും. പിന്നീട് ചില നാളുകൾക്ക് ശേഷം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ഇസ്രായേലിനെ രക്ഷിക്കുവാനായി, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അവർക്ക് മശിഹയായി രാജാതി രാജാവായി അവൻ വരുവാനായിട്ട് ഇടയാകും. ആ രാജാതി രാജാവായി ഈ ഭൂമിയിൽ ഇസ്രായേലിൽ ദേവാലയത്തിൽ ഇരുന്ന് വാഴുവാനായിട്ട്, ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ വാഗ്ദത്തം നിറവേറേണ്ടതുണ്ട്. ഇസ്രായേലിന് യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. രാജാവായിട്ട് ഈ ഭൂമിയെ അവൻ വാഴുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ യഹൂദന്മാർ ഇന്ന് വളരെ സൈനികമായും എല്ലാ നിലകളിലും ഉയർന്നു നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇവർ പരാജയപ്പെടുവാൻ, അതായത് നശിച്ചു പോകുവാൻ തക്കവണ്ണം റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഭീകര രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ തകർക്കണമെന്നുള്ള രാജ്യങ്ങളുടെ ഒരു സഖ്യ സൈന്യം വരുവാനും, അതുപോലെ അവർ വലിയ പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ തന്നെ അവരുടെ ഇടയിൽ ശക്തമായ ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകും. ആ പകർച്ചയുടെ നടുവിൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയെക്കുറിച്ച് യോവേൽ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. മുൻപ് പഴയ നിയമത്തിലെ 2 പ്രവാചകന്മാർ അവർ മരണപ്പെടാതെ ഇന്നുമായിരിക്കുമ്പോൾ ആ പ്രവാചകന്മാർ വീണ്ടും വരികയും ഇസ്രായേലിൽ മുഴുവൻ അവർ വിളിച്ചു പറയുവാനിടയായിത്തീരും. യേശു തന്നെ ക്രിസ്തു എന്ന് പറയത്തക്ക നിലയിൽ അവർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ചെയ്യുവാനായിട്ടിടയാകും. അങ്ങനെ അവർ ഒന്നാകെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അവർ യേശുവിനെ, തങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു തന്നെയാണ് മശിഹ എന്ന് വിശ്വസിക്കുവാനും, അങ്ങനെ ഈ ആപത്തിൽ, ഈ വലിയ പരാജയത്തിൻ്റെ നടുവിൽ യേശുവെ എന്ന് വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് അവർ നിലവിളിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ യേശു അവരെ രക്ഷിക്കുവാനായി, വാഗ്ദത്തം നിറവേറേണ്ടതിനായി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവ ദൈവസഭയും ദൈവത്തിൻ്റെ ദൂതന്മാരും കർത്താവും രാജാതി രാജാവായി അവർ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുവാനിടയാകും. അങ്ങനെ ആ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ എതിർക്കുന്ന സൈന്യങ്ങളെല്ലാം നശിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ആ കർത്താവ് യഹൂദന്മാരുടെ രാജാവായി ആ ദേവാലയത്തിൽ അവൻ വാഴുവാനായിട്ട് ഇടയായിത്തീരും. രാജാവായി ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ട് ഇടയാകും. ആ സമയത്ത് ആമേ പിശാചിനെ പിടിച്ച് തടവിലാക്കുവാനൊക്കെ ഇടയായി തീരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ നീതിയോടെ 1000 ആണ്ട് കർത്താവ് വാഴുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് 5-ാമത്തേതായ ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ 5-ാമത്തേത്, യഹൂദന്മാരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി തിരുവെഴുത്തുകൾ എഴുതിയതുപോലെ രാജാവായി മശിഹയായി ഈ ഭൂമിയെ വാഴേണ്ടതിന് അവർ ആമേ സ്തോത്രം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രാജാതി രാജാവായി വാഴുവാനായിട്ട് ഇറങ്ങി വരുവാനിടയാണ്. അന്ന് ദൈവസഭ തേജസ്സോടെ ദൈവത്തിൻ്റെ ദൂതന്മാരും അവനോട് കൂടെ ഇവിടേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയാണ്. അങ്ങനെ 1000 ആണ്ട് ഇവിടെ യേശു ക്രിസ്തു ഇവിടെ ഭൂമിയെ ഭരിക്കുവാനിടയായിത്തീരും. ഇനിയത്തെ കാര്യം എന്ന് പറയുന്നത്, പിശാചിനെ അല്പകാലത്തേക്ക് തടവിലാക്കിയ ശേഷം അഴിച്ചു വിടുവാനിടയാകും. വീണ്ടും പിശാച് സകല ജാതികളെയും ഒക്കെ കൂട്ടിവരുത്തി വിശുദ്ധ നഗരത്തെയും കർത്താവിനെതിരെയും ദൈവജനത്തിനുമെതിരെയൊക്കെ വലിയ ശക്തിയോടെ എതിർത്ത് കൂടി വരുവാനായിട്ടിടയാകും. ആ സമയത്ത് അവരെ ഒക്കെ തീയാൽ നശിപ്പിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഈ ഭൂമി നശിച്ചു പോകുവാനായിട്ടിടയാകും. തീയാൽ കത്തി അഴിയുവാനായിട്ടിടയാകും. ഇതിന് ശേഷം ഒരു വെള്ള സിംഹാസനത്തിൽ നമുക്ക് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വെള്ള സിംഹാസനം വരികയും ആ വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സകല ദുഷ്ടന്മാരെയും മരിച്ചവരെയും ജീവനോടിരിക്കുന്നവരെയൊക്കെ കൂട്ടിവരുത്തി അവരുടെ പാപങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തി അതിനുശേഷം യേശു കർത്താവെന്ന് അവർ വന്ന് പറയുകയും അവർ സകലരും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകളെ കുത്തി വണങ്ങുവാനായിട്ടിടയായിത്തീരും. അതിനുശേഷം സുവിശേഷം അനുസരിക്കാത്തവരെ, പാപമോചനം പ്രാപിക്കാത്തവരെ, യേശുവിനെ അംഗീകരിക്കാത്തവരെ നിത്യമായ നരകത്തീയിലേക്ക് തള്ളിയിടുവാനായിട്ടിടയാകും. അതിനുശേഷമാണ് അപ്പോൾ വലിയ ആ വെള്ള സിംഹാസനവും തുടർന്ന് വരുന്നതായ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 6 വരവുകളെക്കുറിച്ചിട്ടുള്ള ചെറിയ ഒരു വിവരണമാണ് ഞാൻ തന്നിരിക്കുന്നത്.
അതിൽ പ്രധാനമായി യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് അത് പാപമോചനത്തിന് വേണ്ടിയാണ്. പാപികളായി അകന്നുപോയവരെ നിത്യമായ നരക തീയിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് ആ കുരിശിൽ മരിക്കുവാനിടയായി തീർന്നു. അത് പാപമോചനം പ്രാപിക്കേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറയുകയും ദൈവമക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അത് ആരിലുണ്ടോ, നിത്യജീവൻ ആര് പ്രാപിച്ചുവോ ആ നിത്യജീവൻ തരേണ്ടതിന് ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിപ്പാനായിട്ട് ഇടയായിത്തീരും. യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം. അങ്ങനെയുള്ളവർ സ്നാനമേറ്റ് കൂട്ടായ്മ ആചരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോകുവാനിടയായി തീർന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ആകാശമേഘങ്ങളിലേക്ക് കർത്താവിനെ എതിരേൽക്കാൻ നമുക്ക് പോകുവാനായിട്ട് കഴിയും. ദൈവസഭയ്ക്ക് കാണുവാനായിട്ട് കഴിയും. ആ തേജസ് നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്ക് ഒലിവുമലയിലേക്ക് കർത്താവുമായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമി, പുതുവാന ഭൂമി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അതാ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഭവനം ഒരു നഗരം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു നഗരം മണവാട്ടിയെ പോലെ ഒരുക്കി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് പ്രവേശിപ്പാൻ പാപമോചനം പ്രാപിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് സ്നാനപ്പെട്ട് മുന്നോട്ട് വരുവാൻ സർവശക്തനായ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.